ഇന്ത്യ അങ്ങനെ വേൾഡ് കപ്പിന്റെ സെമിയിലെത്തി. ഓസ്ട്രേലിയ പുറത്തായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഫൈനലിലാണ് ഇന്ത്യൻ ടീമിനെ ഓസ്ട്രേലിയ തോൽപ്പിച്ചത്. അതിന്റെ പ്രതികാരമാണിപ്പോൾ ഇന്ത്യ വീട്ടിരിക്കുന്നത്. മികച്ച കളിയാണ് ഇന്ന് ഇന്ത്യ കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മയാണ് ഇന്ന് കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയത്. 24 റൺസിന്റെ വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയ നാണം കെട്ടു. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കളി ജയിച്ച് രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ ഫൈനലിൽ ഞങ്ങൾ തോൽക്കുമ്പോൾ അതെനിക്ക് വളരെയധികം സങ്കടമുണ്ടാക്കി. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് എന്ത് വില കൊടുത്തും ജയിക്കണം. ഇന്നത്തെ മത്സരം എനിക്ക് ഒരു പ്രതികാരം പോലെയാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് അടിച്ചു കളിച്ചത്. ആ ഫൈനൽ ഞാൻ ഒരിക്കലും മറക്കില്ല. കോഹ്ലി പെട്ടെന്ന് ഔട്ടായപ്പോൾ ഞാനൊന്ന് പതറിയിരുന്നു. എങ്കിലും ഞാനൊരു ക്യാപ്റ്റനാണ്. എൻ്റെ കടമ ഞാനിന്ന് കൃത്യമായി നിർവഹിച്ചു. ഓസ്ട്രേലിയക്കെതിരെ മികച്ചൊരു ടാർഗറ്റ് നേടാൻ സാധിച്ചു. പക്ഷേ സെക്കൻഡ് ബാറ്റിങ്ങിൽ ഓസീസും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ ബൗളേഴ്സ് അവരെ പിടിച്ചുകെട്ടി. കളി ജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ അവസരം കിട്ടാത്ത ചഹൽ, സഞ്ജു, ജയ്സ്വാൾ തുടങ്ങിയ താരങ്ങൾക്ക് വരുന്ന മത്സരങ്ങളിൽ അവസരം കൊടുക്കും. ഓരോ ടീമിനനുസരിച്ചാണ് പ്ലേയിങ് 11 തീരുമാനിക്കുന്നത്. സെമി ഫൈനലിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഓസീസിനോട് ഇന്ത്യ പ്രതികാരം തീർത്തിരിക്കുകയാണ്. ഓസ്ട്രേലിയ പുറത്തായിരിക്കുകയാണ്. ഇനി അവർക്ക് സെമിയിൽ എത്തണമെങ്കിൽ അഫ്ഗാൻ വിചാരിക്കണം. അഫ്ഗാൻ തോറ്റാൽ മാത്രമേ ഇനി ഓസ്ട്രേലിയൻ ടീമിന് ചാൻസ് ഉള്ളൂ. ഇന്ന് ഇന്ത്യ 205 റൺസാണ് അടിച്ചു കൂട്ടിയത്. എന്നാൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ ഓസീസിന് ഈ റൺസ് മറികടക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ സഞ്ജുവിന് ഒരു അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ രോഹിത് ശർമ്മ പറയുന്നത് സെമിയിൽ ചിലപ്പോൾ പ്ലേയിങ് 11 മാറ്റം വന്നേക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സഞ്ജുവിന് അവസരം കിട്ടിയേക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.